എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഫെബിൻ ശ്രീയക്. UK വരുന്ന മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ മൈഗ്രൻസിൻ്റെ ഇമിഗ്രേഷൻ സർചാർജിനെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇമിഗ്രേഷൻ സർചാർജ് അല്ലെങ്കിൽ IHS ഫീ എന്ന് പറയുന്ന ലെവി സമ്പ്രദായം 2015 UK ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. UK വരുന്ന വിദേശികളായ അല്ലെങ്കിൽ മൈഗ്രൻസിന് UK ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ NHS ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി NHS ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സർചാർജ് ആയിട്ടാണ് ഈ ഒരു പൈസ കൊണ്ടുവന്നത്. ഇത് ആരംഭഘട്ടത്തിൽ ഒരു വർഷം 200 പൗണ്ടായിരുന്നു. അതിനുശേഷം അത് 400 പൗണ്ടായിട്ട് ഉയർത്തുകയുണ്ടായത്. എന്നാൽ കഴിഞ്ഞ വർഷം UK ഗവൺമെൻറ്റിൻ്റെ പുതിയ അനൗൺസ്മെൻറ്റ് പ്രകാരം 2020 ഒക്ടോബർ 1 എന്ന് വെച്ചാൽ കഴിഞ്ഞ 1 മുതൽ 400 പൗണ്ട് എന്നുള്ള IHS സർചാർജ് 624 പൗണ്ടായിട്ടും അതേപോലെ 300 പൗണ്ടായിരുന്ന സ്റ്റുഡൻറ്റ് വിസക്കാരുടെ IHS സർചാർജ് 470 പൗണ്ടായിട്ടും മാറും എന്നുള്ള ഒരു അപ്ഡേറ്റ് അവർ കഴിഞ്ഞ വർഷം അനൗൺസ്മെൻറ്റ് കൊണ്ടുവന്നിരുന്നു. എന്നാൽ കോവിഡ് സാഹചര്യത്തിൽ NHS വർക്കേഴ്സിനുള്ള അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിനുള്ള IHS സർചാർജ്, കാരണം കോവിഡിൻ്റെ സാഹചര്യത്തിൽ അവർ ഒത്തിരിയധികം സേവനങ്ങൾ NHSന് വേണ്ടി ചെയ്യുമ്പോൾ അവരുടെ മുകളിലുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മുകളിലുള്ള IHS സർചാർജ് ഒഴിവാക്കണമെന്ന രീതിയിൽ ഞാനടക്കമുള്ള ആളുകൾ ക്യാമ്പയിൻ ചെയ്തിരുന്നു. ആ ക്യാമ്പയിൻ്റെ ഫലമായിട്ട് 2020 മെയ് 21 പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ അനൗൺസ് ചെയ്തിരുന്നു IHS സർചാർജ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഇനി അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് അനൗൺസ് ചെയ്തിരുന്നു. അതേപോലെ അതിനുശേഷം അവർ അനൗൺസ് ചെയ്തിരുന്നു NHSന് വേണ്ടി ഈ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടച്ച IHS സർചാർജുകൾ തിരിച്ചു കൊടുക്കും എന്നുള്ള കാര്യവും അനൗൺസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് നിങ്ങൾക്ക് വരുന്ന ചേഞ്ച്. അതല്ല, ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞു, ഒക്ടോബർ 1 തൊട്ട് 400 പൗണ്ട് എന്നുള്ള IHS സർചാർജ് 624 പൗണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ സ്റ്റുഡൻസിനുള്ള 300 പൗണ്ട് എന്നുള്ള IHS സർചാർജ് 470 പൗണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് പാർലമെൻറ്റിലുള്ള ഇതിൻ്റെ അപ്രൂവലിൻ്റെ താമസം കൊണ്ട് ഇത് 1 തൊട്ട് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അറിഞ്ഞ പ്രകാരം ഏകദേശം ഒക്ടോബർ 24 കൂടി ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. കാരണം പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം അത് അപ്രൂവ് ആയെങ്കിലും മിനിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ സൈൻ ചെയ്തിട്ടില്ല. മിനിസ്റ്റേഴ്സ് സൈൻ ചെയ്ത് 21 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. അപ്പം ഈ 21 ദിവസം കൂടി ഇനിയുണ്ട്. ആരെങ്കിലും UK വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ, സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറ്റഗറിയിലോ UK വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ, ഫാമിലി വിസയിലോ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ, നിങ്ങൾ IHS പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 224 പൗണ്ട് ഒരു വർഷം എന്ന രീതിയിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോഴും ഫീസ് 400 പൗണ്ടാണ്. എന്നാൽ ഈ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം നിങ്ങൾ 224 പൗണ്ടും കൂടി എക്സ്ട്രാ കൊടുക്കണം. അതേപോലെ സ്റ്റുഡൻസിനാണെങ്കിൽ, ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ 3 വർഷത്തെ സ്റ്റുഡൻറ്റ് വിസയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 900 പൗണ്ട് കൊടുത്താൽ മതി. എന്നാൽ അതിനുശേഷം ഈ അടുത്ത 21 ശേഷമാണ് എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ 900 പൗണ്ടിന് പകരം അല്ലെങ്കിൽ 300 പൗണ്ടിന് പകരം 170 പൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആരെങ്കിലും UK വിസയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് IHS പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യാൻ പറയും. നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാം. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്
ഓഗസ്റ്റ് 4-ാം തീയതി UK ഗവൺമെൻറ് ഹെൽത്ത് ആൻഡ് കെയർ വിസ എന്ന് പറഞ്ഞ ഒരു പുതിയ കാറ്റഗറി കൊണ്ടുവന്നിരുന്നു. ആ കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ വഴി വിസ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള വർക്കേഴ്സിനും അവരുടെ ഫാമിലിക്കും IHS സർചാർജ് അടയ്ക്കേണ്ട ആവശ്യകതയില്ല. ഇത് ഓഗസ്റ്റ് 4-ാം തീയതിയാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. അന്ന് തൊട്ടുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യുമ്പം നിങ്ങളോട് IHS ഫീസ് അടയ്ക്കേണ്ട ആവശ്യപ്പെടുന്നില്ല. എന്നാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ആപ്ലിക്കേഷൻ ചെയ്തത് 2020 മാർച്ച് 31-നോ അതിനുശേഷം അല്ലെങ്കിൽ ഓഗസ്റ്റ് 4-ന് വരെ ഇടയ്ക്കുള്ള ഒരു ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ചെയ്തതെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് IHS സർചാർജ് നിങ്ങൾ അടച്ചിട്ടുണ്ടാകും. എന്നാൽ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇന്ന് മുതൽ നിങ്ങൾക്ക് ആ ഫീസ് കംപ്ലീറ്റ്ലി റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീഫണ്ട് റിക്വസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം. അത് നിങ്ങളൊരു ഹെൽത്ത് കെയർ വർക്കറാണെങ്കിൽ നിങ്ങൾക്കും കൊടുക്കാം, അതേപോലെ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും കൊടുക്കാം. മുഴുവൻ പൈസയും നിങ്ങൾ അടച്ച മുഴുവൻ പൈസയും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. ഇത് 2020 മാർച്ച് 31-നും 2020 ഓഗസ്റ്റ് 4-നും ഇടയ്ക്ക് വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്ക് മാത്രം ഇതായിട്ടുള്ള കാര്യമാണ്. അവർ ചെയ്യേണ്ടത് NHS refunds@homeoffice.gov.uk എന്ന് പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ച് ഇമെയിൽ അയയ്ക്കുക. ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കാർഡ് ഉപയോഗിച്ചിട്ടാണോ അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിൽ നിന്നാണ് പേ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് ഒരു 6 തൊട്ട് 8 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ആ പൈസ റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജിൻ്റെ റീഫണ്ടിനെ കുറിച്ചാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ വന്ന അപ്ഡേറ്റ് പ്രകാരം ഹെൽത്ത് ആൻഡ് കെയർ വിസ കാറ്റഗറിയിൽ ഉള്ള എല്ലാവർക്കും അവർ പേ ചെയ്ത IHS ഫണ്ട് അല്ലെങ്കിൽ IHS ഫീസ് റീഫണ്ട് ചെയ്യുമെന്ന് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഗൈഡ് ലൈൻസ് കഴിഞ്ഞ 1-ാം തീയതി ഗവൺമെൻറ് ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് മൂന്നാമതേ ഉള്ളത്. ഇതിൽ ആദ്യത്തെ പോയിന്റ് ആർക്കൊക്കെ ഈ IHS റീഫണ്ട് കിട്ടും എന്നതാണ്. ഒത്തിരി ഓപ്ഷൻസ് അവരുടെ ഗൈഡൻസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനത് വളരെ സമ്മറി ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഒന്ന്, ഹെൽത്ത് ആൻഡ് കെയർ വിസ കാറ്റഗറിയിൽ പെടുന്ന വർക്കേഴ്സിനും അവരുടെ ഫാമിലിക്കും IHS റീഫണ്ട് ക്ലെയിം ചെയ്യാം. രണ്ടാമത്തത്, ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആർക്കും നിങ്ങൾ ഒരാഴ്ചയിൽ 16 മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ 6 മാസമായിട്ട് നിങ്ങൾ ആ ജോബ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്യാം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഹെൽത്ത് ആൻഡ് കെയർ വിസ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാകണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഒരു ഹെൽത്ത് കെയർ സെറ്റിങ്ങിൽ വർക്ക് ചെയ്താൽ മതി. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു എൻജിനീയറാണ്, നിങ്ങൾ ഡിപ്പെൻഡ് വിസയിലാണ് UK വന്നത്, നിങ്ങളൊരു NHS ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ 6 മാസമായിട്ട് നിങ്ങളവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഡിപ്പെൻഡ് വിസയ്ക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ IHS ഫീസ് പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റീക്ലെയിമിന് അല്ലെങ്കിൽ റീഫണ്ടിന് നിങ്ങൾ എലിജിബിൾ ആണ്. ഇനി രണ്ടാമത്തത്, നിങ്ങളൊരു ഫാർമസിസ്റ്റാണ്, നിങ്ങളിവിടെ ഡിപ്പെൻഡ് വിസയിൽ വന്നു, നിങ്ങൾ ഒരു ടെസ്കോയുടെ അല്ലെങ്കിൽ സെയിൻസ്ബറിയുടെ ഫാർമസിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാർമസി അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കും നിങ്ങൾ റീഫണ്ടിന് എലിജിബിൾ ആണ്. നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ റീഫണ്ട് എലിജിബിൾ ആകത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ IHS ഫണ്ട് റീഫണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പൈസ റീഫണ്ട് ചെയ്യാൻ പറ്റും, എത്ര കാലത്തെ പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റും, അതല്ല എങ്കിൽ എങ്ങനെയാണ് ഇത് റീഫണ്ട് ചെയ്യുന്നത്, ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് ഒരു ഉദാഹരണം സഹിതം പറയാം, എന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളൂ. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ 2020 മാർച്ച് മാസത്തിലാണ് UK വിസയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചത്, നിങ്ങളുടെ IHS ചാർജ് പേ ചെയ്തത്. അന്ന് ഏകദേശം അത് 1200 പൗണ്ടായിരുന്നു. നിങ്ങൾ പേ ചെയ്തു, നിങ്ങൾ ഏപ്രിൽ ഇവിടെ വന്നു, ഏപ്രിൽ 1-ാം തീയതി തൊട്ട് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പം നിങ്ങൾ 3 വർഷത്തെ പൈസയാണ് നിങ്ങൾ പേ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് 3 വർഷത്തെ ഈ എമൗണ്ട് ആയിട്ടുള്ള 1200 പൗണ്ടും നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് 6 മാസം കൂടുമ്പോഴുള്ള തവണകളായിട്ട് മാത്രമേ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ പേ ചെയ്ത വെച്ചാൽ മാർച്ച് 31 തൊട്ട്
ഒക്ടോബർ 1 വരെയുള്ള എമൗണ്ട് നിങ്ങൾക്കിപ്പോൾ ക്ലെയിം ചെയ്യാം. അതിനുശേഷം ഒക്ടോബർ 1 തൊട്ട് അടുത്ത മാർച്ച് 31 വരെയുള്ള എമൗണ്ട് നിങ്ങൾക്ക് അടുത്ത മാർച്ച് മാസത്തെ ക്ലെയിം ചെയ്യാം. എന്ന് വെച്ചാൽ എല്ലാ 6 മാസം കൂടുമ്പോൾ മാത്രമേ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ മൊത്തം എമൗണ്ടും ഒന്നിച്ച് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. ഇനി ഇത് മൊത്തമായിട്ട് എല്ലാ എമൗണ്ടും ആകെപ്പാടെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ആരാണ്? ആരെങ്കിലും അവരുടെ IHS സർചാർജ് മാർച്ച് 31 ശേഷം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുൾ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ അവർക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. ഇനി ക്ലെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2020 മാർച്ച് 31 മുമ്പുള്ള ഒരു എമൗണ്ടും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ 2017 മാർച്ചിലാണ് നിങ്ങൾ UK വന്നു. 2020 മാർച്ചിൽ നിങ്ങൾ 3 വർഷത്തെ വിസ എക്സ്പയർ ആയി. 3 വർഷത്തെ വിസ നിങ്ങൾ IHS പേ ചെയ്തിട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ ആ സ്ഥാനത്ത് 2017 ഒക്ടോബറിലാണ് നിങ്ങൾ UK വന്നത്. 3 വർഷത്തെ വിസയിലാണ് നിങ്ങൾ വന്നത്. നിങ്ങളുടെ 3 വർഷത്തെ വിസ 2020 ഒക്ടോബറിൽ എക്സ്പയർ ആകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് 2020 മാർച്ച് 31 തൊട്ട് ഒക്ടോബർ 1 വരെയുള്ള അവസാനത്തെ 6 മാസത്തെ പൈസ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഏകദേശം നിങ്ങൾക്ക് 200 പൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഈ റീഫണ്ട് ക്ലെയിം ചെയ്യാം, അതേപോലെ എത്ര പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടും, അതേപോലെ ഈ റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നാളെടുക്കും, അതേപോലെ ഏത് അക്കൗണ്ടിലേക്കാണ് ഈ റീഫണ്ട് വരുന്നത്. ഈ 4 കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പറയുന്നത്. ഒന്ന്, റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ഒരു ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യണം. അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങളുടെ സർചാർജ് IHS സർചാർജിൻ്റെ നമ്പറുകളും കൊടുക്കണം. ആ കൂടെ നിങ്ങൾ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിഞ്ഞ 6 മാസത്തെ പേ സ്ലിപ്പുകളും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അതിൽ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. നിങ്ങളൊരു ഹെൽത്ത് കെയർ വർക്കറാണ്, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു നേഴ്സാണ്, അല്ലെങ്കിൽ ഡോക്ടറാണ്, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പം നിങ്ങളുടെ ഫാമിലിയുടെ ഡീറ്റെയിൽസും കൂടി അതേ സെയിം ഫോമിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. അവരുടെ പേ സ്ലിപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളൊരു ഹെൽത്ത് കെയർ വർക്കർ ആയതുകൊണ്ട് തന്നെ അവർക്കും റീഫണ്ടുകൾ അവർ ഓട്ടോമാറ്റിക്കലി എലിജിബിൾ ആകും. നിങ്ങളുടെ കഴിഞ്ഞ 6 മാസത്തെ പേ സ്ലിപ്പുകൾ മാത്രം കൊടുത്താൽ മതി. ഇനി എത്ര പൈസ നിങ്ങൾക്ക് റീഫണ്ട് ആയി കിട്ടും എന്നതാണ്. നിങ്ങൾ 400 പൗണ്ടാണ് ഒരു വർഷത്തേക്ക് IHS സർചാർജ് അടച്ചത് എങ്കിൽ നിങ്ങൾക്ക് 200 പൗണ്ട് വീതം എല്ലാ 6 മാസവും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡു യു വാണ്ട് അസ് ടു സെൻഡ് എ റിമൈൻഡർ ഇൻ എവറി 6 months എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ 6 മാസം കൂടുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിൽ റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാ 6 മാസം കൂടുമ്പോഴും അപ്ലൈ ചെയ്യുക. എവറി ടൈം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേ സ്ലിപ്പുകളും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൈസകൾ കിട്ടും. ഇനി എത്ര നാൾ ഈ റീഫണ്ട് കിട്ടാൻ വേണ്ടി സമയമെടുക്കും? വൺസ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 തൊട്ട് 8 ആഴ്ച വരെ എടുക്കും ഈ പറയുന്ന നിങ്ങളുടെ റീഫണ്ട് റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ. വൺസ് ഈ റീഫണ്ട് റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കാർഡ് ഉപയോഗിച്ചാണോ ഇത് പേ ചെയ്തത് ആ കാർഡിലേക്കാണ് ഈ പൈസ തിരിച്ചു പോകുന്നത്. അതല്ലാതെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസോ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. അതുകൊണ്ട് ഏത് കാർഡാണ് നിങ്ങൾ ഉപയോഗിച്ചത് ആ കാർഡിലേക്ക് പോകും. അതേപോലെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ 6 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ വരും. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്, ഈ റീഫണ്ട് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അത് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 10 to 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഈ ഫണ്ടുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും. ഇനി IHS റീഫണ്ടിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾ ഒരു ഹെൽത്ത് കെയർ വർക്കറാണ്, നിങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ നിങ്ങൾ റീഫണ്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ റീഫണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സെയിം ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ റീഫണ്ടും റിക്വസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ അവർ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്കിംഗ് ആവണമെന്നില്ല, എവിടെ വർക്ക് ചെയ്യുന്നവരാകാം. ഇനി രണ്ടാമത്തത്, നിങ്ങളൊരു ഹെൽത്ത് ആൻഡ് കെയർ വിസ കാറ്റഗറിയിൽ പെടുന്ന ഒരാളല്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങൾ ഒരു സ്കൂളിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പാർട്ട്ണർ വർക്ക് ചെയ്യുന്നത്
ഒരു കെയർ ഹോമിൽ ഒരു ഹെൽത്ത് കെയറായിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ അവർക്ക് അവരുടെ IHS ഫണ്ട് റീഫണ്ടിന് ക്ലെയിം ചെയ്യാം. അതേപോലെ എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങളൊരു ഹെൽത്ത് കെയർ സെറ്റിങ്ങിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ IHS റീഫണ്ട് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സെറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഹെൽത്ത് കെയർ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇവിടുത്തെ ഒരു ഏജൻസിയിൽ, ഒരു ടെമ്പററി സ്റ്റാഫിംഗ് ഏജൻസിയിൽ നിങ്ങൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഏജൻസി കെയർ ക്വാളിറ്റി കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ നിങ്ങൾ IHS പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് IHS റീഫണ്ടിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. ഇനി മറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിനെക്കുറിച്ച് NHSൽ നിന്നും ഞങ്ങൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയറിനോട് ഈ റീഫണ്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, നിങ്ങളുടെ ഇമിഗ്രേഷൻ സർചാർജ് പേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് റീഫണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്നാണ് ഈ പൈസ പേ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇത് റീക്ലെയിം ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എംപ്ലോയറാണ് പേ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ റീലൊക്കേഷൻ പാക്കേജിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എംപ്ലോയറാണ് പേ ചെയ്തതെങ്കിൽ നിങ്ങൾ ഈ പൈസ റീക്ലെയിം ചെയ്യാൻ പാടില്ല, അതിന് റിക്വസ്റ്റ് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഫാമിലി ആയിട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ, ഫാമിലി കാറ്റഗറിയിലാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നിങ്ങളുടെ ഫാമിലിനെ ആഡ് ചെയ്യണം. അതല്ല എങ്കിൽ ഫാമിലി സെപ്പറേറ്റ്ലി റിക്വസ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കവർ ലെറ്ററും കൂടി അറ്റാച്ച് ചെയ്തിട്ടോ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഇനി ഉദാഹരണത്തിന് നിങ്ങൾ നേഴ്സാണ്, നിങ്ങൾ ഇവിടുത്തെ ഒരു NHSലേക്കാണ് റിക്രൂട്ട് ചെയ്ത് വന്നത്, നിങ്ങളുടെ റിക്രൂട്ടറാണ് നിങ്ങളുടെ IHS ഫീസ് പേ ചെയ്തത്, അതല്ല എങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലാണ് IHS ഫീസ് പേ ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് അത് റിക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഇനി അതല്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പേ ചെയ്തു, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് ആ പൈസ റീഫണ്ട് ചെയ്ത് തന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ IHS നിങ്ങളുടെ കയ്യിൽ നിന്ന് പേ ചെയ്ത് നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യാം. അതേപോലെ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് IHS സർചാർജ് പേ ചെയ്തത് ലോണായിട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ, 1200 പൗണ്ട് IHS സർചാർജ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എംപ്ലോയർ പേ ചെയ്തു. പക്ഷേ നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു 40 പൗണ്ടോ 50 പൗണ്ടോ എല്ലാ മാസവും കട്ട് ചെയ്യുന്നുണ്ട്, IHS സർചാർജിൻ്റെ ഭാഗമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങളത് ക്ലെയിം ചെയ്യാൻ പാടില്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ റീഫണ്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുമില്ല. നിങ്ങൾ ഏത് അക്കൗണ്ട് വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഏത് കാർഡ് വെച്ചിട്ടാണോ നിങ്ങൾ പേ ചെയ്തത് ആ കാർഡിലേക്ക് മാത്രമാണ് ഈ പൈസ തിരിച്ചു പോകത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ഏജൻസിയാണ് പേ ചെയ്തതെങ്കിൽ ഏജൻസിയുടെ കാർഡിലേക്കായിരിക്കും തിരിച്ചു പോകുന്നത്, നിങ്ങളുടെ ഒരു സുഹൃത്താണ് പേ ചെയ്തതെങ്കിൽ അവരുടെ കാർഡിലേക്കായിരിക്കും തിരിച്ചു പോകുന്നത്. ഇനി അതല്ല, നിങ്ങൾ ആ കാർഡ് യൂസ് ചെയ്യുന്നില്ല, അക്കൗണ്ട് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ പൈസ റീഫണ്ട് കിട്ടാനുള്ള ഓപ്ഷനുകളില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഗൈഡൻസ് ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ച് നോക്കി നിങ്ങൾ 100% എലിജിബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാവുള്ളൂ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിനോട് ഒരു പറയുകയാണ്, നിങ്ങളുടെ എംപ്ലോയർ ആണ് നിങ്ങൾക്ക് വേണ്ടി പേ ചെയ്തതെങ്കിൽ നിങ്ങൾ റീഫണ്ട് റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല. അൺലെസ് നിങ്ങളുടെ എംപ്ലോയർ വന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, യെസ് നിങ്ങൾ റീഫണ്ട് റിക്വസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അല്ലാതെ നിങ്ങൾ റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് NHS അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.